ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. വേടൻ ആരെ വേടൻ? നമ്മുടെ സ്വന്തം വേടൻ, കേരളത്തിൻ്റെ വേടൻ, മലയാളികളുടെ വേടൻ. ഈ വേടൻ ജാതീയത വരുത്തുന്നോ, അതിഭീകരമായിട്ട് സമൂഹത്തിനെ ഭിന്നിപ്പിക്കുന്നോ, രാഷ്ട്രത്തിനെതിരെ എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത് എന്നല്ലേ? RSSൻ്റെ മുഖപത്രമായ കേസരിയുടെ ചീഫ് എഡിറ്ററോ ഏതോ ഒരു കൊണാണ്ടറാണ് NP മധു എന്നു തോന്നുന്നുണ്ട് കേട്ടോ. NP മധു ആണോ ഇനി NR മധു ആണോ എന്നറിയില്ല. ഞാൻ ന്യൂസ് കേട്ടതാണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ഘോരം പ്രസംഗിക്കുന്നുണ്ട്. എന്താ പറയുന്നേ? അമ്പലത്തിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് വേടൻ്റെ പരിപാടി വയ്ക്കുന്നു. എന്നിട്ട് വേടൻ വന്ന് പ്രസംഗിക്കുന്നതോ ജാതീയത പ്രസംഗിക്കുന്നു, വർഗീയ ധ്രുവീകരണം. വലിയ വലിയ വാക്കുകളൊന്നും സത്യം പറഞ്ഞാൽ വഴങ്ങുന്നില്ല. നമുക്ക് ഈ കഞ്ഞിയും കറിയും വെച്ചിട്ടുള്ള ശീലവും അരിൻ്റെയും പയറിൻ്റെയും കണക്കൊക്കെ എല്ലാം നമുക്ക് അറിയുള്ളൂ. പഠിച്ചു വരൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, വേടൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു, സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള വിഘടനം ഉണ്ടാക്കുന്നു. വേടൻ്റെ വാക്കുകൾ സമൂഹത്തിനെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നു. എന്തൊക്കെയോ വലിയ വലിയ സംഭവങ്ങൾ. കാര്യമൊന്നുമില്ല. വേടനെ ചൊറിഞ്ഞാൽ 4 ആൾ അറിയും. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഇങ്ങനെ ഒരു പത്രം ഉണ്ടെന്ന് പോലും നമ്മളറിയില്ല. പിന്നെ അല്ലേ പത്രക്കാരനെ അറിയണത്, പത്രത്തിൻ്റെ മുഖ്യ കൊണാണ്ടർ നമ്മൾ അറിയില്ലായിരുന്നു. RSSൻ്റെ ആകുമ്പം പിന്നെ പറയും വേണ്ട, ആരറിയാനാ അല്ലേ? പക്ഷേ ഇയാളും ഫേമസായി. എങ്ങനെ? വേടനെ ചൊറിഞ്ഞപ്പോൾ എല്ലാവർക്കും അതേ വേണ്ടു, പബ്ലിസിറ്റി. അതിന് വേടനെ ചൊറിഞ്ഞാലും വേണ്ടില്ല, വേറെന്ത് ചെയ്താലും വേണ്ടില്ല. കൊച്ചു കള്ളൻ, ആരും അറിയില്ലെന്ന് വിചാരല്ലേ? അങ്ങനെ നമ്മളും കണ്ടുപിടിച്ചു. പക്ഷെ വേടനെ ചൊറിഞ്ഞ് വേടൻ വർഗീയവാദിയാണ് എന്നൊക്കെ പറഞ്ഞ് ആൾ നേരെ പോണത് എങ്ങോട്ടാണെന്നറിയോ? നമ്മളെ ഷവർമ്മ പിടിക്കാൻ. ഷവർമ്മയിലും ഉണ്ട് ഒരു വർഗീയത. കാരണം എന്താ? ഷവർമ്മ ഒരു അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ അറേബ്യൻ ഫുഡ് കഴിച്ചിട്ട് മരിക്കുന്നതാരാ? ഹിന്ദുക്കൾ. അപ്പോൾ ഈ അറേബ്യൻ ഫുഡ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്തിനാ? ഹിന്ദുക്കളൊക്കെ അല്ലേ. അപ്പോൾ മൂപ്പര സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഷവർമ്മ കഴിച്ചിട്ട് ഇതുവരെയും ഒരു മുഹമ്മദ് മരിച്ചിട്ടില്ല, ആയിഷ മരിച്ചിട്ടില്ല, തോമസ് മരിച്ചിട്ടില്ല. മരിച്ചത് മുഴുവനും ഹിന്ദുക്കളാണ്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഹിന്ദുക്കളെ കൊല്ലാനായിട്ട് ഇറക്കിയൊരു സാധനമാണല്ലോ ഷവർമ്മ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹിന്ദുക്കൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും ഏതെങ്കിലും ഷോപ്പിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്നും, അതേപോലെ മുസ്ലിങ്ങൾക്ക് കഴിച്ചാൽ ചാവാത്ത വിധം ഷവർമ്മ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേകമായിട്ട് വേറൊരു സ്ഥലത്തൊന്നും നമ്മുടെ നാട്ടിൽ ഷവർമ്മ കൊടുക്കണ്ട? എനിക്കറിയായിട്ട് വയ്ക്കുക. അതെല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്ന കാര്യമാണ്. ഷവർമ്മ കഴിച്ച് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടെന്നും ഒരുപാട് ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് പിന്നീട് റിക്കവറായിട്ട് തിരിച്ചു വന്നു എന്നും എനിക്കറിയാം. പക്ഷേ ഇതിൽ എത്ര മുസ്ലിങ്ങളുണ്ട്, എത്ര ഹിന്ദുസ് ഉണ്ട് എന്നുള്ളതിനെ കണക്കൊന്നും എനിക്കറിയില്ല. കാരണം ഈ ഭക്ഷണത്തിലും അത് കഴിച്ചിട്ട് മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ജാതി നിറഞ്ഞു പോവുമല്ലോ നമ്മൾ സാധാരണ ചെയ്യുക. അയ്യോ മരിച്ചോ, നമുക്ക് സങ്കടം. പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ വാസ്തവം. നമ്മളാരും അതിൽ ജാതി തിരഞ്ഞു പോകാത്തതുകൊണ്ട് അതിൽ എത്ര ഹിന്ദു ഉണ്ട്, എത്ര ക്രിസ്ത്യാനി ഉണ്ട്, എത്ര മുസ്ലിം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടൊരു കണക്കായിട്ട് നമുക്കറിയില്ല, എനിക്കറിയില്ല. പക്ഷേ വേടനെ ചൊറിഞ്ഞ് വേടൻ ജാതി പറയുന്നു, വേടൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഷവർമ്മ കഴിച്ചിട്ട് ഹിന്ദുക്കളാണ് മരിച്ചത്, മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ്. അപ്പം ആരെവിടെ ജാതി പറയണേ? പാവപ്പെട്ട വേടൻ ഇങ്ങനെ ഒരു സംഭവം എവിടെയും പറഞ്ഞിട്ടില്ല. വേടൻ്റെ പാട്ടുകൾ കേട്ട് അതിലെ മൂർച്ചയുള്ള വരികൾ കേട്ട് വേടനെ അറിയാതെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ. സൗന്ദര്യം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു മേന്മ കണ്ടിട്ടോ അല്ല. വേടൻ ഉന്നത കുലജാതനാണ് എന്ന് കരുതിയിട്ടോ വേടൻ്റെ ജാതിൻ്റെ മേന്മ കണ്ടിട്ടോ ഒന്നുമല്ല. പക്ഷെ വേടൻ്റെ മൂർച്ചയുള്ള വാക്കുകൾ, അവൻ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന വരികൾ,
അത് ഓരോ മലയാളികളുടെ ഉള്ളിൽ തറച്ചു കയറുന്നതാണ്. നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്. അത് കണ്ട് നമ്മൾ വേടനെ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ അസൂയ പൂണ്ടിട്ട് എന്താ കാര്യമുള്ളത്? എന്തെങ്കിലും രീതിയിൽ വേടനെ നെഗറ്റീവ് അടുപ്പിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വേടനെ കരി വാരി തേക്കാം. ഒന്നിനും കഴിയാത്തൊരു ഒരു സംഭവം ചെയ്യുന്നത്, അത് ഞാനിവിടെ പബ്ലിക്കായിട്ടും ഞാൻ പറയുന്നില്ല, ഒന്നിനും കഴിയാത്തൊരു ഡാഷ് ചെയ്ത് തോൽപ്പിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അത് തന്നെ അത്രയും കണക്കാക്കി മതി. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വേടന ഇത്രയും ചൊറിഞ്ഞ ആള്, അതല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൽ പോലും ജാതിയും മതവും കലർത്തുന്ന ഇങ്ങനെയുള്ള ഈ ഡാഷ് മക്കൾക്ക് വേടന പറയാൻ എന്താണ് അർഹതയുള്ളത്? എന്തിൻ്റെ അടിസ്ഥാനത്തിനാണ് ഇവർ വേടന കയറി ചൊറിയുന്നത്? ഇവർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നേരെ തിരിച്ച് ഇവരെക്കുറിച്ച് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. ഇവർ ഈ വേടൻ എന്ന് പറഞ്ഞുകൊടുത്ത് സ്വന്തം പേര് ചേർത്താൽ മാത്രം മതിയാവും. കാരണം ഇവിടെ ശരിക്കും വർഗീയത പറഞ്ഞത് ഇയാൾ തന്നെയാണ്. ഈ ഭക്ഷണത്തെക്കുറിച്ചും ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മരിച്ചിട്ടില്ല, ഹിന്ദുക്കൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഷവർമ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മാത്രം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണെന്ന്? ഈ ഷവർമ മുസ്ലിംസും ക്രിസ്ത്യൻസും കഴിക്കുന്നില്ലേ? ഇനി അവർ മരിക്കാത്തതാണോ ഇയാളുടെ ദണ്ണം? ആണോ? ഇതിൽ ഞാൻ ആധികാരികമായിട്ട് പറയാത്തത്, സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇതിൽ മരിച്ചത് മുഴുവൻ ഹിന്ദുക്കളാണോ മുസ്ലിംസ് മരിച്ചിട്ടുണ്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതിനകത്ത് ഒരിക്കലും ജാതി തിരഞ്ഞിട്ടില്ല, ജാതി തരാൻ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. അല്ലെങ്കിൽ ഒരാളുടെ ജാതി തിരഞ്ഞിട്ട് എന്തിനാ? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കൊരു ബ്ലഡ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജാതി തരയോ? ഇല്ല. നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ എത്ര അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജാതി നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചത്, നമ്മൾ അവരുടെ മുന്നിൽ ഇരുന്ന് പഠിച്ചതും അവർ പകർന്നു തന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്തുന്നതും ആണോ? ഒരിക്കലുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ അതും ചെയ്യും. കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ ജാതി വിട്ടിട്ട് ഒരു കളിയുമില്ല. പക്ഷെ അവരുടെ ആശയങ്ങൾ അവർക്ക് പറയുകയും വേണം, എന്നാൽ അത് വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കുകയും വേണം. അതല്ലാതെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചത്? പക്ഷേ ഇങ്ങനെ ഒരാൾ വന്നുകൊണ്ട് മൈക്കെടുത്ത് വെച്ച് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞു എന്നോർത്തിട്ട് അതിൽ മങ്ങിപ്പോകുന്നതല്ല വേടൻ എന്ന് പറയുന്ന പ്രഭ. അതിന്ന് ഓരോ മലയാളികളുടെയും നെഞ്ചിൽ ആഴത്തിൽ വേരുറപ്പിച്ച ഒരു വൻമരം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. എന്തായാലും വേടന് ഫുൾ സപ്പോർട്ട്. പിന്നെ ഇങ്ങേര് വായ്ത്താളടിച്ച ആൾ ഇത് പറഞ്ഞ സ്റ്റേജിൽ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ അതേപടി എയറിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സന്തോഷം മാത്രമേ ഉള്ളൂ. കുറച്ചു കാലം എയറിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും വേടനെ ചൊറിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങേരും ഒന്ന് ഫേമസ് ആയല്ലോ. ഇനി കുറച്ച് ആ ഫെയിമൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇട്ട് എയർന്ന് സാവകാശം ഇറങ്ങി താഴെ വന്നാൽ മതി. അപ്പം ഇതിൻ്റെ പേരിൽ ഇനി ആരും ഷവർമ കഴിക്കാണ്ടിരിക്കുകയൊന്നും വേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താല്ലേ, വേടൻ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു, ഷവർമ കഴിച്ചിട്ട് ഹിന്ദുക്കൾ മാത്രം മരിക്കുന്നു. ഇത് പറയുന്നത് നേരെ ഓപ്പോസിറ്റാന്ന് മാത്രമാണ് പറയുന്നത്. ഇയാൾ ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് നൈസായിട്ട് വേടൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ഇവിടെ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്, നമുക്കും പല അനുഭവങ്ങളും ഉണ്ട്. അത് പോട്ടെ, അത് പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യം. എന്തായാലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഞാഞ്ഞൂലുകൾ തലപൊക്കിയത് കൊണ്ടോ കത്തി വിടർത്തിയത് കൊണ്ടോ വേടൻ എന്ന ഒരു ബ്രാൻഡ് നെയിം ഒരിക്കലും എവിടെ തകർന്നു പോവില്ല, തളർന്നു പോവില്ല. വേടൻ പൂർവാധികം ശക്തിയോടുകൂടി വേദികളിൽ നിറഞ്ഞു നിൽക്കട്ടെ. വേടൻ എല്ലാവിധ ആശംസകളും. പിന്നെ ഈ പറഞ്ഞ കൃമികൾക്ക് അവരുടെ കടി മാറുമ്പോൾ അവരുടെ പറച്ചിൽ നിർത്തിക്കോളും. നമ്മളത് ശ്രദ്ധിക്കാനും പോകണ്ട, മൈൻഡ് ചെയ്യാനും പോകണ്ട. അതിന് ആവശ്യത്തിനുള്ളത് അവർക്ക് എന്താക്കും, സോഷ്യൽ മീഡിയ തന്നെ കിട്ടിക്കോളും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെന്താ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.